ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ടോട്ടൻഹാമിന് ഈ സീസണും വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. നമുക്കറിയാം, ഒരുപാട് വർഷക്കാലമായി ഒരൊറ്റ കിരീടം പോലും ഇല്ലാത്തവരാണ് ടോട്ടൻഹാം. ആ ഒരു കിരീട വരൾച്ച അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ പരമാവധി നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവർ പിറകിലാണ് ഉള്ളത്. അവസാനത്തെ മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഒരു ഗംഭീര വിജയം ടോട്ടൻഹാം നേടി. പക്ഷെ അതിനുശേഷം 2 സമനിലകൾ, 2 തോൽവികൾ എന്നിങ്ങനെയാണ് നിലകൾ വരുന്നത്. ചെൽസിയോട് ഏറ്റവും അവസാനം നടന്ന മത്സരത്തിൽ 3-നെതിരെ 4 ഗോളുകൾക്ക് അവർ പരാജയപ്പെട്ടിരുന്നു. ഏതായാലും ടീമിന്റെ മാനേജ്മെന്റിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ടോട്ടൻഹാമിന്റെ അർജന്റീൻ സൂപ്പർ താരമായ ക്രിസ്ത്യൻ റൊമേറോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ടോട്ടൻഹാമിന്റെ ചെയർമാനായ ഡാനിയൽ ലെവിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല, ഇതിൻ്റെ എല്ലാം ഉത്തരവാദികൾ മാനേജ്മെന്റ് ആണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. റൊമേറോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി എല്ലാ വർഷവും കിരീടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ലിവർപൂളും ചെൽസിയും ഒക്കെ അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. അതിന് അനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ ശരിയല്ല. അത് ക്ലബ്ബ് മാനേജ്മെന്റിന് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ കാര്യങ്ങളെല്ലാം ഒരേ രീതിയിലാണ് നടക്കുന്നത്. താരങ്ങളും പരിശീലകനും മാറി വരുന്നുണ്ട്. പക്ഷേ പ്രശ്നക്കാർ ഈ ഒരു താരങ്ങളോ പരിശീലകരോ അല്ല. ശരിക്കുള്ള പ്രശ്നക്കാർ ആരാണ് എന്നുള്ളത് അവർ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത് മനോഹരമായ ഒരു ക്ലബ്ബാണ്. ഇതാണ് ഇപ്പോൾ ഡാനിയൽ ലെവിയെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രിസ്ത്യൻ റൊമേറോ പറഞ്ഞിട്ടുള്ളത്. പ്രീമിയർ ലീഗിൽ 11ാം സ്ഥാനത്താണ് ടോട്ടൻഹാം ഉള്ളത്. 15 മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റാണ് അവർക്കുള്ളത്. 7 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ക്രിസ്ത്യൻ റൊമേറോ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. ഏകദേശം 6 ആഴ്ചയോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. അത് ടോട്ടൻഹാമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കൊണ്ട് കാണാം.